വ്യായാമ കൂട്ടായ്മ മെക്സവനിൽ ദുരൂഹത ആരോപിച്ച CPM-ഉം സമസ്ത AP വിഭാഗവും മെക്സവന് പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമെന്നാണ് ആരോപണം. കൂട്ടായ്മയെ മതരാഷ്ട്രവാദികൾ കൈയടക്കിയെന്ന CPM-ഉം മെക്സവന് സുന്നികൾ പെടരുതെന്നും സമസ്ത AP വിഭാഗവും പറയുന്നു. സമീപകാലത്ത് ഈ ജമാഅത്ത് ഇസ്ലാമി, അതുപോലെ ഈ സംഘപരിവാർ, SDPI പോലുള്ള മതരാഷ്ട്രവാദികളും തീവ്രവാദികളും എല്ലാം ഇത്തരം പൊതു ഇടങ്ങളിലും പൊതുവേദികളിലും നുഴഞ്ഞു കയറി തങ്ങളുടെ സങ്കുചിതമായ മതരാഷ്ട്രവാദത്തിനും അതുപോലെ വർഗീയ അജണ്ടക്കുമെല്ലാം ഒരു മറയാക്കി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപൂർവം ചിലയിടങ്ങളിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഒരു പൊതുജാഗ്രത മതനിരപേക്ഷ ജനാധിപത്യ സമൂഹം, നാട് പുലർത്തേണ്ടതുണ്ട്. അതാണ് ആ മുന്നറിയിപ്പാണ് ഞങ്ങൾ പൊതുവെ സമൂഹത്തിൽ നൽകിയിട്ടുള്ളത്. ജമാഅത്ത് ഇസ്ലാമിയുടെ ചതി, അതിൽ മുസ്ലിമീങ്ങൾ വേറെ പല പേരിലും സുന്നികളെ പിടിച്ചു കൊണ്ടുപോകാൻ നോക്കാം. അതെങ്ങനെ? നമുക്ക് കളരി പഠിക്കാം, വേറൊരു പരിപാടി വ്യായാമം ഉണ്ടാക്കാം, ഇങ്ങനത്തെ ചില പരിപാടി ഉണ്ടാക്കിയിട്ട് സാധാരണക്കാരായ ആളുകളെ കൂട്ടിക്കൊണ്ടുപോവുക. പിരിയുമ്പോൾ നമുക്കൊരു മുസാഫയത്ത് നടത്തി കളയാം, ഒരു സലാം ചൊല്ലിക്കളയാം. ആകയാൽ സുന്നത്തിയമായിട്ട് കുളിക്കുക, അതിനുവേണ്ടി ചില കളരി, അതിനുവേണ്ടി ചില വ്യായാമ പരിപാടി, ഇതൊക്കെ ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി വലിയ ചതിയാണ്, വലിയ ചതിയായിട്ട് നടത്തുന്നുണ്ട്. എന്നാൽ മെക്സവന് പിന്നിലെ ദുരൂഹ വ്യായാമമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. അതേപോലെ KR ഗോപികൃഷ്ണൻ കൂടി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരും. ആദ്യം സമീർ ബിൻ കരീമിലേക്ക്. സമീർ, ശരിക്കും ഇത് ചെറിയ രീതിയിൽ ദുരൂഹത പടർത്തുന്നുണ്ടല്ലേ? CPM-ഉം ഒപ്പം തന്നെ സമസ്ത AP വിഭാഗവുമാണ് ഇതിൽ ദുരൂഹത ആരോപിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഈ മെക്സവൻ എന്നുള്ള കൂട്ടായ്മയെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്നതും. നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മെക്സവൻ എന്ന് പറയുന്ന ഈ വ്യായാമ കൂട്ടായ്മ മലപ്പുറം കൊണ്ടോട്ടിയിലാണ് ഇത് ആരംഭിക്കുന്നത്. ഈ റിട്ടയർഡ് ആയിരിക്കുന്ന CSF ഉദ്യോഗസ്ഥൻ, കൊണ്ടോട്ടി സ്വദേശി സൊലാഹുദ്ദീനാണ് ഇത് ആരംഭിക്കുന്നത്. ആദ്യം ഇതൊരു വ്യായാമ കൂട്ടായ്മ മാത്രമായിരുന്നു, പിന്നീട് അതിന് മെക്സവൻ എന്ന് പറയുന്ന ഒരു പേര് വരികയാണ് ഉണ്ടായത്. ഇതിൽ മെക് എന്ന് വെച്ചാൽ മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ, 7 എക്സൈസിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ മെക്സവൻ എന്ന് പറയുന്ന ഈ ഒരു പേര് വരാനുള്ള ഒരു കാരണം. 21 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു എക്സൈസാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. ഇവർക്ക് 100-ലധികം യൂണിറ്റുകൾ നിലവിൽ ജില്ലയിൽ ആയിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. മലബാറിലുടനീളം ഈ മെക്സവൻ കൂട്ടായ്മ ഇങ്ങനെ വ്യാപിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ആരോപണം CPM-ഉം സമസ്ത AP വിഭാഗവും ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന എല്ലാവിധ ആരോപണങ്ങളെയും ഈ മെക്സവൻ കൂട്ടായ്മയുടെ അധികൃതർ തള്ളുകയാണ്. ഈ സലാഹുദ്ദീൻ പറയുന്നത് ഈ മെക്സവനുമായി ബന്ധപ്പെട്ട് രാവിലെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി എല്ലാവിധ സംഘടനയുടെ ആളുകൾ വരുന്നുണ്ട്. സുന്നികളുണ്ട്, മുജാഹിദുണ്ട്, ലീഗുണ്ട്, മാർക്സിസ്റ്റ് ഉണ്ട്, SDPI ഉണ്ട്, അങ്ങനെ എല്ലാവരും വരാറുണ്ട്. അതിൽ ഇന്ന സംഘടന എന്നുള്ള നിലയ്ക്കല്ല ഇത് ആരംഭിച്ചത് എന്നുള്ളതാണ് ഈ സലാഹുദ്ദീൻ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഒരു സംഘടനയ്ക്ക് അതീതമായി എല്ലാവരും രാവിലെ വരുന്നു, വ്യായാമം ചെയ്യുന്നു. ആ 21 മിനിറ്റ് കഴിഞ്ഞാൽ എല്ലാവരും പിരിയുകയും ചെയ്യുന്നു. അവിടെ ഒരു സംഘടനയുടെ, ഒരു പാർട്ടിയുടെയോ ഒരു ചർച്ചകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ നടക്കുന്നില്ല. എല്ലാവരുടെയും ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ലക്ഷ്യവും ഉദ്ദേശവും എന്നുള്ളതാണ് ഈ മെക്സവൻ കൂട്ടായ്മയുടെ ഫൗണ്ടറായിട്ടുള്ള ഈ സൊലാഹുദ്ദീൻ, ഒപ്പം തന്നെ മുഹമ്മദ് ഷെയും ഒക്കെ തന്നെ പറഞ്ഞു വെക്കുന്നത്. മുഹമ്മദ് ഷാ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയാണ്. ഒപ്പം തന്നെ കൊണ്ടോട്ടിയിൽ നമ്മോട് സംസാരിച്ചതിൽ ഒരാൾ നിലവിൽ CPM-ന്റെ കൊണ്ടോട്ടിയിലെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അങ്ങനെ എല്ലാവിധ പാർട്ടിക്കാരും ഇതിലുണ്ട് എന്നുള്ളതാണ് ഈ മെക്സവൻ കൂട്ടായ്മ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഏതൊരു സാഹചര്യത്തിലാണ് ഈ ഒരു ആരോപണം വന്നത് എന്നുള്ളത് ഇവർക്ക് അറിയില്ല എന്നുള്ളതുമാണ് ഈ മെക്സവൻ കൂട്ടായ്മയുടെ അധികൃതർ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് CPM പറയുന്നത് ഈ മെക്സവൻ എന്നുള്ളത് നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് തുടങ്ങിയത് എങ്കിലും പിന്നീട് ഇത് SDPI, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് CPM ആരോപിക്കുന്നത്. സമാനമായ ആരോപണം തന്നെയാണ് സമസ്ത AP വിഭാഗവും ഉന്നയിക്കുന്നത്. KR ഗോപികൃഷ്ണൻ കൂടി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. ഗോപികൃഷ്ണൻ, ഇതിൽ എന്തൊക്കെയോ വേണ്ടാത്ത രാഷ്ട്രീയം ആണ്ട് കിടക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ നമുക്ക് അങ്ങനെ കയറി കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഈ മെക്സവൻ, നേരത്തെ ഇപ്പോൾ സമീർ ബിൻ കരീം പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു വ്യായാമ പരിശീലന പരിപാടിയാണ്. മെക്സവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്പിൾ എക്സർസൈസ് കോമ്പിനേഷൻ, അതായത് 22 മിനിറ്റ് കൊണ്ട് 20 വിഭാഗങ്ങളിൽപ്പെടുന്ന വിവിധ തരത്തിലുള്ള വ്യായാമ മുറകൾ ഇത് പരിശീലിപ്പിക്കുകയാണ്. സാധാരണ നിലയിലുള്ളതുപോലെ ഏതെങ്കിലും ഒരു ജിം നടത്തുന്നത് പോലെ ഒരു അടച്ചിട്ട മുറിയിലല്ല, തുറസായ ഇടങ്ങളിൽ, അതായത് കുന്നിൻ ചെരുവുകളിൽ, തുറസായ മൈതാനങ്ങളിൽ ഇതൊക്കെയാണ് മെക്സവൻ നടത്തുന്നത്. ഇത് തുടങ്ങിയത് ഒരു വിമുക്ത ഭടനായ P. സൊലാഹുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയാണ്.
വരികയാണ്. 2022 ഈ വ്യായാമ മുറ തുടങ്ങിയ ശേഷം വളരെ വേഗം മലബാർ മേഖലയിൽ ഇതിന് പ്രചാരം ലഭിക്കുകയും ഏതാണ്ട് 1000-ഓളം യൂണിറ്റുകൾ വിവിധ ജില്ലകളിലായി ആരംഭിക്കാൻ കഴിയുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് മെക്സെവന് പിന്നിലുള്ള ചില ദുരൂഹമായ ഇടപെടലുകൾ ഉണ്ട് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് CPIM-ഉം അതുപോലെ AP സുന്നി വിഭാഗവും രംഗത്ത് വരുന്നത്. രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ള ആക്ഷേപമാണുള്ളത്. അതിൽ CPIM ആരോപിക്കുന്നത് മെക്സെവന് പിന്നിൽ അല്ലെങ്കിൽ മെക്സെവന്റെ മറവിൽ മറ്റു ചിലർ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള മതരാഷ്ട്രവാദികൾ പ്രവർത്തിക്കുന്നുണ്ട്, നിരോധിത സംഘടനയായ PFI-യിലെ അംഗങ്ങൾ ഇതിന്റെ മറവിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് CPIM ഉന്നയിക്കുന്ന ആരോപണം. തളിപ്പറമ്പ് ഏരിയ സമ്മേളനത്തിൽ ഈ ആരോപണം ആദ്യമായി ഉന്നയിക്കുന്നത് CPIM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനനാണ്. സമസ്തയെ സംബന്ധിച്ച്, അതായത് AP സുന്നി വിഭാഗത്തെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് സ്ത്രീകൾ കൂടുതലായി ഈ വ്യായാമ മുറയുടെ ഭാഗമാകുന്നു, അവർ ഈ വ്യായാമ മുറകളിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ഈ വിശ്വാസ സംബന്ധമായ ഇതുവരെയുള്ള നടപ്പ് രീതികളെ വെല്ലുവിളിക്കുകയും ആചാരപരമായ കാര്യങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ശൈലിയിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന ആക്ഷേപമാണ് AP സുന്നി വിഭാഗം ഉന്നയിക്കുന്നത്. അതായത് CPIM ഉന്നയിക്കുന്നത് രാഷ്ട്രീയ സ്വഭാവത്തിലുള്ള ആരോപണമാണെങ്കിൽ AP സുന്നി വിഭാഗം ഉന്നയിക്കുന്നത് മത സ്വഭാവത്തിലുള്ള ആരോപണമാണ്. അങ്ങനെയാണ് ഈ മെക്സെവനെതിരായിട്ടുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം SKN, ഇവർക്കൊരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്. ഈ വാട്സാപ്പിന്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന ആളുകൾ മുൻപ് PFI-യിലെ അംഗങ്ങളായിരുന്ന ആളുകളാണ്, അതിലെ സജീവ പ്രവർത്തകരായിരുന്ന ആളുകളാണ് എന്നതാണ് CPIM-ന്റെ മറ്റൊരു ആക്ഷേപം. ഏതായാലും മെക്സെവൻ ഈ കാര്യത്തിൽ നൽകുന്ന വിശദീകരണം, ഈ കൂട്ടായ്മ തുറസായ ഇടങ്ങളിൽ വളരെ യാതൊരു തരത്തിലുള്ള മറവും ഇല്ലാതെ വളരെ സുതാര്യമായി നടത്തുന്ന ഒരു വ്യായാമ പദ്ധതിയാണ്. ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് വളരെ വേഗം ആളുകൾക്ക് മുക്തി നേടാൻ സഹായിക്കുന്നു എന്നതാണ് അവരുടെ ഒരു ആക്ഷേപം, അവരുടെ ഒരു പ്രധാനപ്പെട്ട വിശദീകരണം. അതുകൊണ്ട് ഇതിന് മറ്റേതെങ്കിലും തരത്തിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും വിവിധ രാഷ്ട്രീയ വിശ്വാസികളും ഒക്കെ ഈ വ്യായാമ മുറയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് മെക്സെവൻ അധികൃതർ ഇപ്പോൾ നൽകിയിരിക്കുന്ന വിശദീകരണം. ഏതായാലും ഈ കാര്യത്തിൽ ഒരു രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പരിശോധന നടക്കുന്നുണ്ട്. പ്രധാനമായും ഇത് മുസ്ലിം പോക്കറ്റുകളിലാണ് പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ടും ഇതിലെ അംഗങ്ങൾ ഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് എന്നതുകൊണ്ടും ഇതിന് തീവ്രവാദ സ്വഭാവമുണ്ട് എന്ന ആരോപണം ഒരു ഭാഗത്ത് CPIM ഉന്നയിക്കുകയും അതേസമയം തന്നെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ വെള്ളം ചേർക്കാൻ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന നീക്കങ്ങളാണ് എന്ന് AP സുന്നി വിഭാഗം മറുഭാഗത്ത് ഉന്നയിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത്. CPIM ഈ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് P. മോഹനന്റെ വാക്കുകളിൽ നമ്മൾ കണ്ടത്. AP സുന്നി വിഭാഗം വിശ്വാസികൾക്കിടയിൽ ഇത് നിങ്ങൾ അവിടെ പോകുന്നത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഇതിനകത്ത് മറ്റു ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന പ്രചാരണം നൽകിക്കൊണ്ട് അതിനെതിരെ നീങ്ങാനുള്ള നീക്കങ്ങൾ അവർ നടത്തുന്നുണ്ട്. ഏതായാലും മെക്സെവൻ എന്ന കാര്യത്തിൽ സ്വാഭാവികമായും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഒരു പരിശോധന ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുവരെ ഈ വിവാദം അന്തരീക്ഷത്തിൽ ഉണ്ടാകും. SK